ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നടൻ ദിലീപിനായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വലിയ വിഷയമൊന്നുമില്ല. OTT പ്ലാറ്റ്ഫോമുകൾ നടൻ ദിലീപിനെ ഒഴിവാക്കിയോ എന്നുള്ളൊരു ചർച്ച, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ ഇന്ന് പല ആൾക്കാരും OTT ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലേ. എന്ത് കാണാനും ഹോട്ട്സ്റ്റാർ, അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, സോണി, അതേപോലെ ഓരോ ചാനലിനും ഓരോരോ OTTകളുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു OTT പ്ലാറ്റ്ഫോമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സിനിമ കാണാനായാലും സീരീസ് കാണാനായാലും ഒക്കെ ഇപ്പം OTT ആണ്. അതേപോലെ സീരിയലുകളും ഒക്കെ നമ്മുടെ എന്താ പറയുക, ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ ഹോട്ട്സ്റ്റാറിൽ, അതേപോലെ മഴവിൽ മനോരമയുടെ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമുണ്ട്. അങ്ങനെ എല്ലാത്തിനും OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ കൂടുതൽ പേരും അതാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില സിനിമകൾ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ വാങ്ങാനായിട്ട് മടിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കുറേ സിനിമകൾ ഇപ്പോൾ OTTയിൽ ഒരുപാട് നാളായി റിലീസായിട്ട് തിയേറ്ററിൽ വന്നിട്ട്, എന്നിട്ട് അത് OTTയിൽ കുറേ സിനിമകളൊന്നും കാണാനില്ല. അപ്പോൾ പല സിനിമകളും OTT പ്ലാറ്റ്ഫോമുകൾ വാങ്ങാനായിട്ട് മടിക്കുന്നുണ്ടെന്ന് അറിയുന്നു. നമ്മുടെ ദിലീപിന്റെ കുറേ സിനിമകൾ ഇറങ്ങിയിരുന്നു, അതൊന്നും ഇപ്പം എന്താ പറയുക OTT പ്ലാറ്റ്ഫോമുകളിൽ ഒരിടത്തും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമുകൾ പല സിനിമകളും മേടിക്കാനായിട്ട് മടിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് എന്താ പറയുക റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ദിലീപിന്റെ പവർ, കെയർ ടേക്കർ, അതേപോലെ ബാന്ദ്ര, തങ്കമണി, അങ്ങനെയുള്ള സിനിമകളൊന്നും OTTയിൽ കാണാനായിട്ട് സാധിച്ചില്ല. അതിന് മുന്നേ റിലീസായ ഗുരുവായൂർ അമ്പലനടയിൽ, അതിനുശേഷം റിലീസായ ഗുരുവായൂർ അമ്പലനടയിൽ വന്നു, മഞ്ഞുമൽ ബോയ്സ് വന്നു, അങ്ങനെ ഒരുപാട് വേറെ സിനിമകളൊക്കെ OTTയിൽ സജീവമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ദിലീപിന്റെ സിനിമകളൊന്നും OTTയിൽ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ദിലീപിന്റെ സിനിമകൾ OTT പ്ലാറ്റ്ഫോമുകൾ വാങ്ങാൻ മടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കുറേ ന്യൂസുകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ്സ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ദിലീപിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ അടുത്തിടെ അഖിൽ മാരാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അഖിൽ മാരാർ പറയുന്നുണ്ടായിരുന്നു, ദിലീപിനെ തകർക്കാനുള്ള കേസാണ് നമ്മുടെ മറ്റേ എല്ലാവർക്കും അറിയാലോ ഭാവനയ്ക്കായിട്ടുള്ള ഒരു കേസ്. അപ്പോൾ അത് ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, ദിലീപിനെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. സിനിമകൾ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. അത് കേസ് കൊണ്ടൊന്നല്ല എന്ന് അഖിൽ മാരാർ വ്യക്തമാക്കുന്നുണ്ട്. ആ കാര്യം അഖിൽ മാരാർ പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, ഒരാളുടെ മനസ്സമാധാനം നമ്മൾ കിടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ എല്ലാ ശ്രദ്ധകളും പാളിപ്പോവും എന്ന് പറയുന്നുണ്ട്. അപ്പം ആളുടെ എന്താ പറയുക മനസ്സമാധാനം എല്ലാവരും കൂടെ തകർത്തു, അതുകൊണ്ട് അയാളുടെ ശ്രദ്ധ പാളിപ്പോയി. അതുകൊണ്ടാണോ ഈ ഒരു പരാജയം ആളുടെ സിനിമയിലൊക്കെ കാണുന്നത് എന്ന് ഉള്ള കാര്യം എന്താ നിങ്ങളുടെ അഭിപ്രായം പറയാട്ടോ. പിന്നെ അഖിൽ മാരാർ പറയുന്നുണ്ട്, ഈ കേസിൽ പുള്ളിയെ കുറ്റവിമുക്തനായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് നഷ്ടമായ ആ ഒരു വർഷങ്ങൾ ആര് തിരിച്ചു കൊടുക്കുന്നൊക്കെ അഖിൽ മാരാർ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി ശിക്ഷിക്കപ്പെടട്ടെ, നമുക്കറിയില്ല, അത് കോടതിയിലാണ് ആ കേസ് നിൽക്കുന്നത്. അപ്പം ഒരു കാര്യമുണ്ട്, നിരപരാധിയായ ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അല്ലെ. നിരപരാധിയായിട്ടുള്ള ആരും തന്നെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ആള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് ശിക്ഷ അനുഭവിക്കാതിരിക്കട്ടെ, ആളുടെ കേസ് തെളിയട്ടെ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ. OTT പ്ലാറ്റ്ഫോമുകൾ ദിലീപിന്റെ സിനിമ വാങ്ങിക്കുന്നില്ലേ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ ഒരു അഭിപ്രായം പറയാം. പിന്നെയുള്ള കാര്യം, ആൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് ശിക്ഷ കിട്ടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.